ഹലോ മക്കളെ, അപ്പൊ എല്ലാവർക്കും വെച്ചുപോണ്ടിന്റെ പുതിയൊരു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. There are 2 points change your science level. രണ്ട് പോയിന്റ്സുകൾ. ഈ രണ്ട് പോയിന്റ്സുകൾ കൊണ്ടായിരിക്കും നിങ്ങളുടെ സയൻസിന്റെ ലെവല് മാറാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ യു. അത് തന്നെയാണ് അല്ലെ, നമ്മുടെ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിന്റ്സുകളാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ മക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് ഇന്ന് കൂട്ടുകാരികൾക്ക് അയച്ചാൽ കുഴപ്പമില്ല, ഇന്ന് കൂട്ടുകാരന് അയച്ചാൽ കുഴപ്പമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ആ 2 പോയിന്റ്സുകൾ? ഒന്നാമത്തെ പോയിന്റ്സ് എന്ന് പറയുന്നത് ഏതാണ് മക്കളെ? മെൽറ്റിംഗ് പോയിന്റ്. ഏതാണ് ഒന്നാമത്തെ പോയിന്റ്? ഏതാണ്? മെൽറ്റിംഗ് പോയിന്റ്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ഏതാണ് സാറേ? രണ്ടാമത്തെ പോയിന്റ് ആണ് ബോയിലിംഗ് പോയിന്റ്. ഏതാണ്? രണ്ടാമത്തെ പോയിന്റ് ആണ് ബോയിലിംഗ് പോയിന്റ്. ഇങ്ങനെ 2 പോയിന്റുകളെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. നമ്മളെ സയൻസിൽ ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ 2 പോയിന്റ്സുകൾ. ഒന്ന് മെൽറ്റിംഗ് പോയിന്റും മറ്റൊന്ന് ബോയിലിംഗ് പോയിന്റും. എന്താണ് ഒരു മെൽറ്റിംഗ് പോയിന്റ്, എന്താണ് ഒരു ബോയിലിംഗ് പോയിന്റ്? മക്കളെ നമുക്കറിയാം, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് സോളിഡ് ആയിട്ടുള്ള ഒരു മാറ്റർ, സോളിഡ് ആയിട്ടുള്ള ഒരു സാധനം എന്താകുക, ഇറ്റ് ഈസ് ടേൺ ഇൻടു ലിക്വിഡ്സ്. സോളിഡ് ആയിട്ടുള്ള ഒരു സാധനം എന്തായിട്ട് മാറുക? ലിക്വിഡ് ആയിട്ട് മാറുക. ആ ഒരു സോളിഡ് ആയിട്ടുള്ള ആള് ലിക്വിഡ് ആയിട്ട് മാറാൻ എടുക്കുന്ന മിനിമം ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുക, മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ സോളിഡ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഐസ് ആണെന്ന് വിചാരിക്കുക. ഐസ് നമ്മളിങ്ങനെ എന്താണ്, ഒരു മാച്ച് സ്റ്റിക്സ് അല്ലെങ്കിൽ തീപ്പെട്ടിക്കുള്ളിൽ നമ്മളിങ്ങനെ വെച്ച് കുറേ കഴിയുന്ന സമയത്ത് അത് ഉരുകി, അതായത് ഒരു പ്രത്യേക ടെമ്പറേച്ചർ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇത് പതുക്കെ ഉരുകാൻ തുടങ്ങും. ഐസ് പതുക്കെ ഉരുകിയിട്ട് എന്തായിട്ട് മാറും, അത് വാട്ടറാ അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ട് മാറും. അപ്പോ ഐസ് വാട്ടർ ആകാൻ എടുക്കുന്ന അല്ലെങ്കിൽ ഐസ് വാട്ടറായി മാറാൻ എടുക്കുന്ന ഒരു മിനിമം ടെമ്പറേച്ചർ ഉണ്ടാവുമല്ലോ, അല്ല ആ മിനിമം ടെമ്പറേച്ചറിൽ മാത്രമേ ഐസ് എന്ന് പറഞ്ഞ സാധനം എന്തായിട്ട് മാറൂ, വാട്ടർ ആയിട്ട് മാറൂ. ആ മിനിമം ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മെൽറ്റിംഗ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. മറന്നു പോരുത്. സോ യു have to study about what are the changes. Solid is converted into liquids. അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരു സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുക, അപ്പോൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിന് വേണ്ട മിനിമം ടെമ്പറേച്ചർ ആണ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. എന്നാൽ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചാണ്. അതായത് ലിക്വിഡ് ആയിട്ടുള്ള ഒരു സാധനം എന്തായിട്ട് മാറും മക്കളെ, വേപ്പർ ആയിട്ട് മാറാൻ എടുക്കുന്ന ടെമ്പറേച്ചർ ആണ്. അതായത് വെള്ളം പോലുള്ള ഒരു സാധനം അത് തിളച്ചിട്ട് എന്തായിട്ട് മാറുക, നീരാവി ആയിട്ട് അല്ലെങ്കിൽ എന്താണ് നമ്മളെ ഈ ഗ്യാസ് ഒക്കെ ആയിട്ട് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയാം. അപ്പൊ ഒരു വെള്ളം ഇങ്ങനെ തിളച്ച് ആ തിളച്ച വെള്ളം പതുക്കെ വേപ്പേഴ്സിലേക്ക് മാറാൻ ഒരു സമയം ഉണ്ടാവുമല്ലോ, ഒരു ടെമ്പറേച്ചർ ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. സോ പ്ലീസ് റിമെമ്പർ 2 പോയിന്റ്സ്. ഏതൊക്കെയാണ്? ബോയിലിംഗ് പോയിന്റ് ആൻഡ് മെൽറ്റിംഗ് പോയിന്റ്, in which you have to study about what are the changes of state of matter. Solid is converted or turns into liquids, that is melting point, whereas liquids is converted into vapors, that is boiling points. ക്ലിയർ ആണോ മക്കളെ? അപ്പൊ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. എനിക്ക് കഴിഞ്ഞിട്ടില്ല, നമ്മളെ CBSE ക്ലാസ് 8 ബന്ധപ്പെട്ട സൂപ്പർ ബാച്ചിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ഓൾറെഡി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ഇനി നിങ്ങളായിരിക്കും ജോയിൻ ചെയ്യാനുള്ളതെങ്കിൽ ഇപ്പൊ തന്നെ സമയം വൈകാതെ തന്നെ എന്ത് ചെയ്യുക, വേഗം തന്നെ ജോയിൻ ചെയ്യാം. ഏറ്റവും മികച്ച കേരളത്തിലെ മികച്ച ഫാക്കൽറ്റീസിനോടൊപ്പം തന്നെ നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, ലൈവ് ക്ലാസ്സുകളുണ്ട്, അതേപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്, മെന്റർ സപ്പോർട്ട് ഉണ്ട്. അതേപോലെ തന്നെ ചില കുട്ടികൾക്കൊക്കെ ഹിന്ദി ബേസിക് അറിയില്ല, ഇംഗ്ലീഷ് ബേസിക് അറിയില്ല, അതേപോലെ തന്നെ മാത്സ് ബേസിക് അറിയില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആ പ്രശ്നങ്ങൾക്കൊക്കെ തികച്ച ഒരു പരിഹാരമാണ്. അതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. അപ്പോൾ നമ്മളെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള നമ്പർ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. 9207998855 എന്ന് പറഞ്ഞിരിക്കുന്ന നമ്പറിലേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയോ ചെയ്താൽ മതി. വേഗം തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് 8ാം ക്ലാസ് CBSE നമ്മൾ പൊളിച്ചടക്കി പഠിക്കാം. അപ്പൊ വീണ്ടും കാണാം മക്കളെ. ഗുഡ് ബൈ.